കേരള PSC പരീക്ഷകളിൽ സബ് ഇൻസ്പെക്ടർ, LDC, KAS തുടങ്ങി ഏത് ലെവൽ പരീക്ഷയാകട്ടെ കേരള നവോത്ഥാനത്തിൽ നിന്നും ദേശീയ പ്രസ്ഥാനത്തിൽ നിന്നും ഒഴിവാക്കാൻ കഴിയാത്ത ഏറ്റവും പ്രധാനപ്പെട്ട നാമമാണ് കേളപ്പൻ. ഈ ഒരൊറ്റ വീഡിയോയിലൂടെ കേളപ്പനെ കുറിച്ച് ചോദിക്കാൻ സാധ്യതയുള്ള 100-ലധികം വസ്തുതകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് പറയാനുള്ളത് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കേളപ്പനാണ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കേളപ്പനാണ്. ഇനി അദ്ദേഹത്തിന് ഈ വിശേഷണം നൽകിയത് പ്രശസ്ത സമുദായ പരിഷ്കർത്താവായിരുന്ന ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയാണ്. അപ്പോൾ കേളപ്പനാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് കേരള ഗാന്ധി എന്ന വിശേഷണം നൽകിയ സാമുദായിക പരിഷ്കർത്താവാണ് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള. ഇത് ഓർത്തു വെക്കണം. ഇനി മറ്റൊരു കാര്യം, കേളപ്പനെ കേരളത്തിലെ രണ്ടാമത്തെ ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് വിഖ്യാത കവി വള്ളത്തോൾ നാരായണ മേനോനാണ്. അപ്പോൾ അദ്ദേഹത്തെ കേരളത്തിലെ രണ്ടാമത്തെ ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് വള്ളത്തോളാണ്. അപ്പോൾ കേരള ഗാന്ധി എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, കേരളത്തിലെ രണ്ടാമത്തെ ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് നമ്മുടെ കവി വള്ളത്തോളാണ്. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ഓർത്തു വെക്കണം. ഇപ്പോൾ നമ്മുടെ PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോഴും തെറ്റുന്ന ഒരു കൺഫ്യൂസിങ് ഫാക്റ്റാണിത്. ഓർത്തു വെക്കുക. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ ജനനവും ആദ്യകാല ജീവിതവും പരിശോധിക്കാം. അദ്ദേഹം ജനിക്കുന്നത് 1889 1889 ഓഗസ്റ്റ് 24-ന് 1889 ഓഗസ്റ്റ് 24-ന് കോഴിക്കോട് ജില്ലയിലെ പയ്യോളിക്കടുത്തുള്ള മൂടാടിയിലാണ് കുഞ്ഞപ്പൻ നമ്പ്യാരുടെയും കുഞ്ഞിമ്മ അമ്മയുടെയും മകനായ കേളപ്പൻ ജനിച്ചത്. അപ്പോൾ കേളപ്പൻ ജനിക്കുന്ന തീയതി 1889 ഓഗസ്റ്റ് 24, സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളിക്കടുത്തുള്ള മൂടാടി, കോഴിക്കോട് ജില്ലയിലെ പയ്യോളിക്കടുത്തുള്ള മൂടാടി എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. ഇനി പേരൻസ് ആരൊക്കെയാണെന്ന് നോക്കാം. അമ്മ കുഞ്ഞിമ്മ അമ്മയാണ് അമ്മ. അച്ഛൻ്റെ പേര് കുഞ്ഞപ്പൻ നമ്പ്യാർ. ഇനി അദ്ദേഹത്തിന്റെ പഠനം എങ്ങനെയായിരുന്നു നോക്കാം. അദ്ദേഹം പഠിക്കുന്നത് പയ്യോളിയിലും താലശ്ശേരി ബാസൽ മിഷൻ സ്കൂളിലുമായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. തുടർന്ന് കോഴിക്കോട് സാമൂതിരി കോളേജിൽ നിന്നും FA ബിരുദം നേടി. ഇനി അദ്ദേഹം മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്നും BA ബിരുദം കരസ്ഥമാക്കി. പിന്നീട് നിയമ പഠനത്തിലേക്ക് ആയിട്ട് മുംബൈയിലേക്ക് പോയി. പിന്നെ അങ്ങനെ മുംബൈയിലേക്ക് പോയെങ്കിലും അദ്ദേഹത്തിന് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഇനി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തെ കുറിച്ച് നോക്കാം. അദ്ദേഹം ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് സ്കൂളിൽ അധ്യാപകനായിട്ടാണ് ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. പിന്നെ അദ്ദേഹം ഒരു അധ്യാപകനായിട്ട് ജീവിതം ആരംഭിക്കുന്നു. പിന്നീട് കുറച്ചു കാലം വക്കീലായിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അത് ഓർത്തു വെച്ചിരുന്നാൽ മതി. ഇനി അദ്ദേഹത്തിന്റെ സാമൂഹികമായ ഇടപെടലിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ 1914 ഒക്ടോബർ 31-ന് നായർ സത്യജന സംഘം രൂപീകരിച്ചപ്പോൾ അതിന്റെ സ്ഥാപക ജനറൽ സെക്രട്ടറി പദവി അലങ്കരിച്ചിരുന്നത് ആരായിരുന്നു? കേളപ്പനായിരുന്നു. അപ്പോൾ മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലാണ് നായർ സത്യജന സംഘം, പിന്നീട് NSS ആയി മാറിയ നായർ സത്യജന സംഘം രൂപീകരിക്കുന്നത് 1914 ഒക്ടോബർ 31-നാണ്. അപ്പോൾ ഈ നായർ സത്യജന സംഘം രൂപീകരിച്ചപ്പോൾ അതിന്റെ സ്ഥാപക ജനറൽ സെക്രട്ടറി ആയിരുന്നത് കേളപ്പനായിരുന്നു. അപ്പോൾ പിന്നെ ഈ സംഘടനയാണ് പിന്നീട് നായർ സൊസൈറ്റി ആയി മാറിയത്. നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇനി നോക്കാം. ഗാന്ധിജിയുടെ ആഹ്വാന പ്രകാരം 1920-കളിൽ കേളപ്പൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി. കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിന്റെ നട്ടെല്ലായിട്ടായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചത്. അപ്പോൾ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് 1920-കളിൽ ഗാന്ധിജിയുടെ ആഹ്വാന പ്രകാരമാണ് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. പിന്നെ അദ്ദേഹം ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നല്ല രീതിയിൽ പ്രവർത്തിച്ചു. ഇനി അദ്ദേഹം ഉപ്പ് സത്യാഗ്രഹത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണ് ഉപ്പ് സത്യാഗ്രഹം. 1930 ഉപ്പ് സത്യാഗ്രഹം നടന്നപ്പോൾ ഗാന്ധിജി ദണ്ഡി മാർച്ച് പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ ഗാന്ധിജി ദണ്ഡി മാർച്ച് പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിൽ അതിന്റെ അമരക്കാരനായിരുന്നു കേളപ്പൻ. അതുകൊണ്ടാണ് അദ്ദേഹം കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ മുഖ്യ വക്താവായിരുന്നു കേളപ്പൻ. 1930 ഏപ്രിൽ 13-ന് കോഴിക്കോട് സൗത്ത് ബീച്ചിൽ നിന്നും കണ്ണൂരിലെ പയ്യന്നൂരിലേക്ക് അദ്ദേഹം ചരിത്ര പ്രസിദ്ധമായ ഉപ്പ് സത്യാഗ്രഹ ജാഥ നയിച്ചു. അങ്ങനെ അദ്ദേഹം ഉപ്പ് സത്യാഗ്രഹ ജാഥ നയിച്ചത് എവിടെ നിന്ന് എങ്ങോട്ടാണെന്ന് നോക്കാം. കോഴിക്കോട് സൗത്ത് ബീച്ചിൽ നിന്നും കണ്ണൂരിലെ പയ്യന്നൂരിലേക്കാണ് അദ്ദേഹം ഉപ്പ് സത്യാഗ്രഹ ജാഥ നയിച്ചത്. 1930 ഏപ്രിൽ 13 1930 ഏപ്രിൽ 13-ന് കോഴിക്കോട് സൗത്ത് ബീച്ചിൽ നിന്നും കണ്ണൂരിലെ പയ്യന്നൂരിലേക്കാണ് ഈ ജാഥ നയിക്കുന്നത്. ജാഥ അംഗങ്ങളെ കുറിച്ച് നോക്കാം. കേളപ്പന്റെ നേതൃത്വത്തിലുള്ള ഈ ജാഥയിൽ കൃത്യം 32 സത്യാഗ്രഹികളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ജാഥയിൽ കൃത്യം 32 സത്യാഗ്രഹികൾ ഉണ്ടായിരുന്നു. ഇതിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് നമ്മുടെ പിന്നീട് AK ഗോപാലൻ.
അപ്പോൾ ഈ ഉപ്പ് സത്യാഗ്രഹത്തിൽ 32 സത്യാഗ്രഹികൾ ഉണ്ടായിരുന്നു. ഇതിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി AKG എന്ന നമ്മുടെ AK ഗോപാലനാണ്. ഇനി അദ്ദേഹം പയ്യന്നൂരിലെ ഉളിയത്ത് കടവിലാണ് ഉപ്പ് കുറുക്കിയത്. അപ്പോൾ ഈ സ്ഥലം ഓർത്തു വയ്ക്കണം. പയ്യന്നൂരിലെ ഉളിയത്ത് കടവിലാണ് അവർ ഉപ്പ് കുറുക്കിയത്. പയ്യന്നൂരിലെ ഈ സമരവേദി PSC ഉദ്യോഗാർത്ഥികൾ കേളപ്പൻ വേദി എന്ന പേരിലാണ് പഠിക്കുന്നത്. അപ്പോൾ കേളപ്പൻ വേദി എന്നറിയപ്പെടുന്നത് ഈ ഉളിയത്ത് കടവാണ്. പയ്യന്നൂരിലെ ഉളിയത്ത് കടവാണ് കേളപ്പൻ വേദി എന്നറിയപ്പെടുന്നത്. ഇനി രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചിരുന്നു. 1940-കളിൽ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഗാന്ധിജി ആരംഭിച്ച വ്യക്തിഗത സത്യാഗ്രഹത്തിലേക്ക് കേരളത്തിൽ നിന്നും ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി കേളപ്പനായിരുന്നു. ഈ കാര്യം നോട്ട് ചെയ്ത് പഠിക്കണം. അപ്പോൾ ഗാന്ധിജി ആരംഭിച്ച വ്യക്തിഗത സത്യാഗ്രഹത്തിലേക്ക് കേരളത്തിൽ നിന്നും ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് കേളപ്പൻ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വ്യക്തിഗത സത്യാഗ്രഹി വിനോബ ഭാവെ ആയിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വ്യക്തിഗത സത്യാഗ്രഹിയായിരുന്നു വിനോബ ഭാവെ. ഇനി മറ്റൊരു കാര്യം, ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് മലബാറിൽ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയതിന് കേളപ്പൻ 3 വർഷത്തോളം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് മലബാറിലെ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം 3 വർഷത്തോളം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കരണങ്ങളും സത്യാഗ്രഹങ്ങളും നോക്കാം. തൊട്ടുകൂടായ്മയ്ക്കും ജാതീയതയ്ക്കുമെതിരെ കേളപ്പൻ നടത്തിയ പോരാട്ടങ്ങൾ കേരള ചരിത്രത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പോൾ ആദ്യം നമുക്ക് വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് നോക്കാം. 1924 നടന്ന വൈക്കം സത്യാഗ്രഹത്തിൽ TK മാധവൻ, KP കേശവമേനോൻ എന്നിവർക്കൊപ്പം കേളപ്പനും ശക്തമായി പങ്കെടുത്തു. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു കേളപ്പൻ. ഇനി ഈ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥകളൊക്കെ നടന്നിരുന്നു. അപ്പോൾ ഇതില് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മന്നത്ത് പത്മനാഭനാണ് സവർണ ജാഥ നയിച്ചത്. അപ്പോൾ ഈ സവർണ ജാഥ വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മന്നത്ത് പത്മനാഭൻ നയിച്ചു. അതുപോലെ നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് കേളപ്പനായിരുന്നു. അപ്പോൾ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ഒരു സവർണ ജാഥ നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക്, സ്ഥലം ശ്രദ്ധിക്കണം, നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് കേളപ്പനായിരുന്നു. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് കേളപ്പനായിരുന്നു. അപ്പോൾ മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലുള്ള സവർണ ജാഥ വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്കായിരുന്നു. വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മന്നത്ത് പത്മനാഭൻ, അതുപോലെ നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് കേളപ്പനായിരുന്നു സവർണ ജാഥ നയിച്ചത്. ഇനി നമുക്ക് ഗുരുവായൂർ സത്യാഗ്രഹത്തിലെ അദ്ദേഹത്തിന്റെ പങ്ക് എന്താണെന്ന് നോക്കാം. 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്, നമുക്കറിയാം. ഇനി KPCCയുടെ ആഭിമുഖ്യത്തിൽ 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നത് 1931 നവംബറിനാണ്. അപ്പോൾ ഈ സമരത്തിന്റെ കൺവീനറായിരുന്നു കേളപ്പൻ. അപ്പോൾ 1931 ആരംഭിച്ച ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ കൺവീനർ കേളപ്പനായിരുന്നു. അപ്പോൾ ഈ സമരത്തിന്റെ ക്യാപ്റ്റൻ ആയിരുന്നത് AK ഗോപാലനായിരുന്നു. ഇനി അദ്ദേഹത്തിന്റെ ചരിത്ര പ്രസിദ്ധമായ ഒരു നിരാഹാരത്തെ കുറിച്ചാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഗുരുവായൂർ ക്ഷേത്രം എല്ലാവർക്കുമായി തുറന്നു കൊടുക്കണമെന്നാവശ്യപ്പെട്ട് 1932 സെപ്റ്റംബർ 21 കേളപ്പൻ ഗുരുവായൂർ ക്ഷേത്ര നടയിൽ മരണം വരെയുള്ള നിരാഹാര സമരം ആരംഭിച്ചു. അപ്പോൾ ഈ ഗുരുവായൂർ ക്ഷേത്രം എല്ലാവർക്കുമായി തുറന്നു കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് 1932 സെപ്റ്റംബർ 21 കേളപ്പൻ ഗുരുവായൂർ ക്ഷേത്ര നടയിൽ മരണം വരെയുള്ള നിരാഹാര സമരം ആരംഭിച്ചു. അപ്പോൾ രാജ്യം മുഴുവൻ ഈ സമരം ചർച്ചയായി. ഒടുവിൽ ഗാന്ധിജിയുടെ നേരിട്ടുള്ള നിർദ്ദേശത്തെയും അഭ്യർത്ഥനയൊക്കെ മാനിച്ചാണ് ഒക്ടോബർ 2 കേളപ്പൻ നിരാഹാരം അവസാനിപ്പിച്ചത്. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കേളപ്പൻ നിരാഹാര സമരം ആരംഭിച്ചത് 1932 സെപ്റ്റംബർ 21 പിന്നീട് അദ്ദേഹം ഇത് ഗാന്ധിജിയുടെ അഭ്യർത്ഥന പ്രകാരം അവസാനിപ്പിച്ചത് ഒക്ടോബർ 2 അപ്പോൾ സത്യാഗ്രഹം ആരംഭിച്ച് 12ാമത്തെ ദിവസം ഒക്ടോബർ 2 ഈ നിരാഹാരം കേളപ്പൻ അവസാനിപ്പിച്ചത്. ഇനി അദ്ദേഹം ഒരു മികച്ച പത്രപ്രവർത്തകൻ കൂടിയായിരുന്നു. കേളപ്പൻ ഒരു മികച്ച പത്രപ്രവർത്തകൻ കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹം മാതൃഭൂമി പത്രത്തിന്റെ എഡിറ്ററായി ദീർഘകാലം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കൂടാതെ കേരള പത്രിക എന്ന പത്രത്തിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം മാതൃഭൂമിയിലെ എഡിറ്ററായിട്ട് ഒരുപാട് നാൾ പ്രവർത്തിച്ചു. അതുപോലെ തന്നെ കേരള പത്രിക എന്ന പത്രത്തിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനി
ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം കോൺഗ്രസിന്റെ നയങ്ങളോട് വിയോജിച്ച് അദ്ദേഹം പാർട്ടി വിട്ടു. അപ്പോൾ അദ്ദേഹം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം കോൺഗ്രസിന്റെ പിന്നീടുണ്ടായ നയങ്ങളിലോടൊക്കെ എതിർത്തുകൊണ്ട് അദ്ദേഹം പാർട്ടി വിട്ടു. പിന്നീട് അദ്ദേഹം JB കൃപലാനിയുടെ നേതൃത്വത്തിലുള്ള കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയിൽ ചേർന്നു. പിന്നീട് അദ്ദേഹം കോൺഗ്രസ് വിട്ടതിന് ശേഷം JB കൃപലാനിയുടെ നേതൃത്വത്തിലുള്ള കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയിൽ അംഗത്വമെടുത്തു. ഇനി അദ്ദേഹം പാർലമെന്റ് അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നത് 1952-ലാണ്. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ 1952-ൽ നടന്ന ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ അപ്പോൾ ഈ കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയുടെ ടിക്കറ്റിൽ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച കേളപ്പൻ വൻ ഭൂരിപക്ഷത്തോടെ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് പൊന്നാനി മണ്ഡലത്തിൽ നിന്നാണ്. അദ്ദേഹം മത്സരിച്ചത് കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയുടെ നേതാവായിട്ടാണ് അദ്ദേഹം മത്സരിച്ചത്. ഇനി ഐക്യ കേരള പ്രസ്ഥാനത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പങ്ക് കേളപ്പനുണ്ട്. കേരള സംസ്ഥാന രൂപീകരണത്തിനായി ശക്തമായി വാദിച്ചൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അപ്പോൾ കേരള സംസ്ഥാനം രൂപീകരിക്കാനായി ശക്തമായി നിലകൊണ്ടൊരു വ്യക്തിയായിരുന്നു കേളപ്പൻ. അപ്പോൾ അദ്ദേഹം ഐക്യ കേരള രൂപീകരണ പ്രമേയം പാസാക്കിയ 1947 തൃശ്ശൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു. 1947 ഒരു തൃശ്ശൂർ സമ്മേളനം നടന്നു. ഐക്യ കേരള രൂപീകരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രമേയം പാസാക്കിയ ഒരു സമ്മേളനമാണ് 1947 തൃശ്ശൂരിൽ നടന്നത്. അപ്പോൾ ഈ തൃശ്ശൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ കേളപ്പനായിരുന്നു. അദ്ദേഹം മറ്റൊരു കാര്യം, ഐക്യ കേരളത്തിനായി ഭാരതപ്പുഴയുടെ തീരത്ത് ആലുവയിൽ അദ്ദേഹം ഉപവാസ സമരം അനുഷ്ഠിച്ചിട്ടുണ്ട്. ആലുവയിൽ ഐക്യ കേരളത്തിന് വേണ്ടി അദ്ദേഹം ഭാരതപ്പുഴയുടെ തീരത്ത് ഉപവാസം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹം 1950കളുടെ മധ്യത്തോടെ അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്നും പിന്മാറി വിനോബ ഭാവയുടെ ഗാന്ധിയൻ പ്രസ്ഥാനങ്ങളിലേക്ക് തിരിഞ്ഞു. അദ്ദേഹം 1950കൾക്ക് ശേഷം എന്ത് ചെയ്തു? സജീവ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ നിന്ന് മാറി നിന്ന് വിനോബ ഭാവയുടെ നേതൃത്വത്തിലുള്ള ഗാന്ധിയൻ പ്രസ്ഥാനങ്ങളിലേക്ക് ആകൃഷ്ടനായി. ഇനി കേരളത്തിൽ ഭൂദാന പ്രസ്ഥാനത്തിനും സർവോദയ പ്രസ്ഥാനത്തിനും നേതൃത്വം നൽകിയത് കേളപ്പനാണ്. അപ്പോൾ കേരളത്തിൽ ഭൂദാന പ്രസ്ഥാനത്തിനും അതുപോലെ സർവോദയ പ്രസ്ഥാനത്തിനും നേതൃത്വം നൽകിയത് കേളപ്പനാണ്. ഇനി കേരള സർവോദയ മണ്ഡലം രൂപീകരിച്ചപ്പോൾ അതിൻ്റെ അധ്യക്ഷൻ കേളപ്പനായിരുന്നു. കേരള സർവോദയ മണ്ഡലം രൂപീകരിച്ചപ്പോൾ അതിൻ്റെ അധ്യക്ഷൻ കേളപ്പനായിരുന്നു. ഇനി അദ്ദേഹം തളിക്ഷേത്ര സമരവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പങ്ക് നോക്കാം. തളിക്ഷേത്ര സമരം നടക്കുന്നത് 1968-ലാണ്. അപ്പോൾ അദ്ദേഹം ഈ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിലും അദ്ദേഹം അനീതിക്കെതിരെ പോരാടിയ ഒരാളാണ്. മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറത്തുള്ള പുരാതനമായ ഒരു തളിക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ സംരക്ഷിക്കുന്നതിനും അവിടെ ഒരു പള്ളി പണിയാനുമുള്ള നീക്കത്തിനെതിരെയായിരുന്നു സമരം. അപ്പോൾ തളിക്ഷേത്ര സമരം നടന്നത് മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറത്തുള്ള ഒരു പുരാതനമായ ഒരു ക്ഷേത്രമാണ് ഈ തളിക്ഷേത്രം. അപ്പോൾ അതിന്റെ അവശിഷ്ടങ്ങൾ സംരക്ഷിക്കുന്നതിനും അവിടെ ഒരു പള്ളി പണിയാനുമുള്ള നീക്കത്തിനെതിരെയായിരുന്നു ഈ സമരം നടന്നത്. തളിക്ഷേത്ര സമരസമിതി രൂപീകരിച്ച് സമരം നയിച്ച കേളപ്പൻ അവിടെ താൽക്കാലിക ക്ഷേത്രം നിർമ്മിക്കുന്നതിൽ വിജയിച്ചു. അപ്പോൾ അദ്ദേഹം അവിടെ തളിക്ഷേത്ര സമരസമിതിയൊക്കെ രൂപീകരിച്ച് അദ്ദേഹം സമരം നയിച്ച് അതിനുശേഷം അദ്ദേഹം അവിടെ ഒരു താൽക്കാലിക ക്ഷേത്രം നിർമ്മിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ജനതയുടെ അവകാശങ്ങൾക്കായി പോരാടിയ ആ മഹാൻ 1971 ഒക്ടോബർ 7 അന്തരിച്ചു. അപ്പോൾ അദ്ദേഹം അന്തരിക്കുന്നത് 1971 ഒക്ടോബർ 7 ഡേറ്റ് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്ന ഓരോ പോയിന്റും നോട്ട്സ് എഴുതിയെടുത്ത് ആവർത്തിച്ച് പഠിക്കുക. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ PSC പഠന ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സിൽ മറ്റൊരു പ്രധാന ടോപ്പിക്കുമായി വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. നന്ദി.